അപ്പോൾ സിലബസിലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻജാമീബ ഹിസ്റ്റോളിറ്റിക്ക അല്ലെങ്കിൽ അമീബയാസിസ് ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് ഈ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്ക വരുന്നത് അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്, ഒരു വിഭാഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലെ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് ഒരു ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഓക്കെ, ഇത് നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈനെ ഇൻവേഡ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലൂമൻ അതുപോലെ അതായത് നമ്മുടെ വൻകുടലിലാണ് ഇതിനെ കാണപ്പെടുന്നത്. ഓക്കെ, അവിടെയാണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അതുപോലെ മനുഷ്യനിലും അതുപോലെ മറ്റുള്ള പ്രൈമേറ്റ്സിലുമാണ് ഇവർ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മനുഷ്യനിലും അതുപോലെ മറ്റുള്ള പ്രൈമേറ്റ്സിലുമാണ്. ഇപ്പോൾ ചില കേസുകളിൽ രണ്ട് ഹോസ്റ്റൊക്കെ ഉണ്ടാവാം. അതായത് ഒന്നിലല്ലാതെ രണ്ട് ഹോസ്റ്റിലൊക്കെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട്. പക്ഷെ ഇവരുടെ കേസിൽ അതായത് എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ കാര്യത്തിൽ സിംഗിൾ ഹോസ്റ്റ് ആണ്. അതായത് ഹ്യൂമൻ ബീയിങ് ആണ് ഇവിടുത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഇൻഡസ്ട്രൈലിൽ തന്നെയാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് ആവുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി ഇവർ കോസ് ചെയ്യുന്ന ഡിസീസിന്റെ പേരാണ് അമീബയാസിസ്. ഓക്കെ, അമീബയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ഓക്കെ, അപ്പൊ ഇവര് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് അമീബയാസിസ്. ഇനി അതർവൈസ് അതിനെ നമുക്ക് ഡിസെൻട്രി അമീബ എന്നും പറയാം. ഓക്കെ, സോ അതാണ് ഈ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ച് പറയാനുള്ളത്. ചില കേസുകളിൽ ഇവര് നമ്മുടെ ഇൻഡസ്റ്റൈനിലാണ് ഇൻവേഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് നമ്മളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ, ആ സർക്കുലേറ്ററി ഫ്ലോയിലൂടെ എൻ്റർ ചെയ്ത് ചിലപ്പോൾ ബ്രെയിനിലേക്കൊക്കെ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഈ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയെ കുറിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഡീപ്പായിട്ട് നോക്കാം. അതായത് എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയിൽ ഇവരുടെ ലൈഫ് സൈക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് ഹോസ്റ്റിലാണ് കംപ്ലീറ്റ് ചെയ്യണതെന്ന്. ഈ ഒരു ലൈഫ് ടൈം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിനു മുൻപായിട്ട് 4 സ്പീഷീസ് ഓഫ് എൻജാമീബകളുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അതായത് 4 സ്പീഷീസ് എൻജാമീബ ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, ഇത് കൂടാണ്ട് വേറെ 3 സ്പീഷീസും കൂടെ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് വണ്ണ് ഇപ്പോൾ പറഞ്ഞ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ഓക്കെ, സോ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്ക, ഇപ്പോൾ ഈ പറഞ്ഞ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ലാർജ് ഇൻറ്റസ്റ്റൈനാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ ലാർജ് ഇൻറ്റസ്റ്റൈൻ അതായത് വൻകുടലിനെയാണ് ലൂമനിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ഇൻവേഡ് ചെയ്യുന്നത്. ഇവരുണ്ടാക്കുന്ന ഡിസീസാണ് അമീബയാസിസ്. ഓക്കെ, അമീബയാസിസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ അടുത്ത ഒരു സ്പീഷീസ് ഓഫ് എൻജാമീബയാണ് എൻജാമീബ ജിഞ്ചിവാലിസ്. ഓക്കെ, എൻജാമീബ ജിഞ്ചിവാലിസ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളുടെ ഗമ്മ് ടീത്തിലെ ഈ സോക്കറ്റിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പയോറിയാണ് ഇവർ കോസ് ചെയ്യുന്നത്. കാരണം ഈ പയോറിയ എന്ന് പറയുന്നത് ഗം ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അതാണ് എൻജാമീബ ജിഞ്ചിവാലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പയോറിയ കോസ് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, പയോറിയ കോസ് ചെയ്യുന്നത് എൻജാമീബ ജിഞ്ചിവാലിസ് ആണ്. നെക്സ്റ്റ് സ്പീഷീസ് ഓഫ് എൻജാമീബ എന്ന് പറയുന്നത് എൻജാമീബ കോളയാണ്. ഓക്കെ, ഇത് അത്ര ഹാംഫുൾ അല്ല, ഹാംലെസ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പം ഡോഗ്, മങ്കി അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ ആനിമൽസിലൊക്കെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, കാണപ്പെടുന്നത്. അത്ര ഹാംഫുൾ അല്ല, ഹാംലെസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എൻജാമീബ ഇൻവേഡൻസ്. ഓക്കെ, എൻജാമീബ ഇൻവേഡൻസ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റെപ്റ്റൈൽസിലാണ് കാണുന്നത്. ഇതും എന്ത് തന്നെയാണ്, ഹാംലെസ് ആണ്. ഓക്കെ, ഹാംലെസ് ആണ്. അപ്പം ഇവര് കാണപ്പെടുന്നത് എൻജാമീബ ഇൻവാഡൻസ് വരുന്നത് റെപ്റ്റൈൽസിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞ എന്താ പറയാ എൻജാമീബയുടെ ഒരു 4 സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ ഇത്രയാണ്. ഹിസ്റ്റോളിറ്റിക്ക വരുന്നുണ്ട്, ജിഞ്ചിവാലിസ്, ഇക്കോളൈ ആൻഡ് എൻജാമീബ ഇൻവാഡൻസ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി ഇവരുടെ ലൈഫ് സൈക്കിളിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എൻജാമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ലൈഫ് സൈക്കിളിൽ
മെയിൻ ആയിട്ടും 3 സ്റ്റേജസ് ആണ് കാണുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 3 സ്റ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ഓക്കെ, ട്രോഫോസോയിറ്റ്. ദെൻ രണ്ടാമത്തത് പ്രീസിസ്റ്റിക് സ്റ്റേജ് ആണ്. മൂന്നാമത്തത് സിസ്റ്റിക് സ്റ്റേജ് ആണ്. ഓക്കെ, അതായത് സിസ്റ്റ് ഫോർമേഷൻ ആണ് സിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രോഫോസോയിറ്റ് ആണ്. ഓക്കെ, ട്രോഫോസോയിറ്റ്. ദെൻ പ്രീസിസ്റ്റിക് ആണ്. പിന്നെ വരുന്ന സ്റ്റേജ് ആണ് സിസ്റ്റിക്. ഓക്കെ, ഇത്രയും സ്റ്റേജ് ആണ് ഇതിൽ വരുന്നത്. അതായത് ട്രോഫോസോയിറ്റ്, പ്രീസിസ്റ്റിക്, സിസ്റ്റിക്, ഇങ്ങനെയാണ് 3 മെയിൻ ആയിട്ടുള്ള സ്റ്റേജസ് ആണ്, മേജർ സ്റ്റേജ് ആണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേജിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം അമീബ ടൈപ്പ് ആണ്. അതായത് ഇപ്പൊ അമീബയുടെ സ്പെഷ്യാലിറ്റി അറിയാലോ, അതായത് അവർക്ക് ഷേപ്പ് കറക്റ്റ് ആയിരിക്കില്ല, ഇറഗുലർ ഷേപ്പ് ആണ്. സോ അതുപോലെയുള്ള ഒരു ഇങ്ങനെ ഒരു ഇറഗുലാരിറ്റി ഉള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഈ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതില് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേജ് തന്നെ നമുക്ക് 2 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 2 രീതിയിൽ ഈ ഒരു സ്റ്റേജിന് പറയാം. അതായത് ഒന്ന് മൈന്യൂട്ട സ്റ്റേജും ഒന്ന് മാഗ്ന സ്റ്റേജും ആണ്. ഓക്കെ, അതായത് മൈന്യൂട്ട, മാഗ്ന. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതില് മൈന്യൂട്ട എന്ന സ്റ്റേജിന്റെ അല്ലെങ്കിൽ മൈന്യൂട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്മോൾ ആയിരിക്കും, സൈസ് കുറച്ച് ചെറുതായിരിക്കും. ഓക്കെ, സൈസ് ചെറുതായിരിക്കും. ആൻഡ് ഇത് എന്താ നമ്മളുടെ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ വോൾസിലൊക്കെയാണ് കാണുക. ഓക്കെ, വോൾസിലൊക്കെയാണ് ഉണ്ടാവുക. ഈ മൈന്യൂട്ട സ്റ്റേജ് അത്ര ഹാംഫുൾ അല്ല, ഒരു വലിയൊരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഒന്നുമല്ല ഏത് മൈന്യൂട്ട സ്റ്റേജ്. ഓക്കെ, ബട്ട് മാഗ്ന സ്റ്റേജ് കുറച്ച് വിറുലന്റ് ആണ്. ഈ മൈന്യൂട്ട ഹാംഫുൾ അല്ല, അത്ര ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റേജ് അല്ല, ഹാംലെസ് ആണ്, പക്ഷേ അതായത് വിറുലന്റ് അല്ല. ബട്ട് ഇൻ സം കേസസ് അത് സർട്ടൻ സ്റ്റേജുകളിൽ മേ ബി അത് വിറുലൻസ് കാണിച്ചേക്കാം. ഓക്കെ, ജനറലി അത് അത്ര വിറുലന്റ് സ്റ്റേജ് അല്ല. നെക്സ്റ്റ് വണ്ണാണ് മാഗ്ന സ്റ്റേജ്. ഓക്കെ, അപ്പം ഈ മൈന്യൂട്ട സ്റ്റേജ് ചെറുതുമാണ്. അതേപോലെ സ്യൂഡോപോഡിയ ഒക്കെ ഉള്ള പ്രസൻസ് ഉള്ള, അറിയാലോ ഫോൾസ് ഫീറ്റ്, സ്യൂഡോപോഡിയയുടെ പ്രസൻസ് ഒക്കെ ഉള്ള ആ ഒരു സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മാഗ്ന സ്റ്റേജ്, സോറി മൈന്യൂട്ട സ്റ്റേജ്. നെക്സ്റ്റ് വണ്ണാണ് മാഗ്ന സ്റ്റേജ്. മാഗ്ന സ്റ്റേജ് നേരെ തിരിച്ചാണ്, അതായത് കുറച്ച് വിറുലൻസ് ഉള്ള ഒരു സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ എന്താ പറയുക അൾസറേഷൻസ് ഒക്കെ കോസ് ചെയ്യാൻ സാധ്യതയുള്ള വിറുലന്റ് സ്റ്റേജ് ആണ് മാഗ്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് പിന്നെ മാത്രമല്ല ഹിമാറ്റോഫാഗസ് ആയിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതായത് നമ്മളുടെ ഇൻഡസ്റ്റൈനിലെ ബ്ലഡ് സെൽസിനെ തന്നെ ഫീഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രത്യേകത ഈ ഒരു മാഗ്ന സ്റ്റേജിൽ വരുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ, ഒരു അമീബ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിന് ഔട്ടർ ആൻഡ് ഇന്നർ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ആ ഒരു ബോഡി, അതായത് എക്ടോപ്ലാസവും എൻഡോപ്ലാസവുമായിട്ട് ഡിവൈഡ് ചെയ്യാം. എൻഡോ ഇൻ ദ സെൻസ് ഉള്ളിലുള്ള പാർട്ടും, എക്ടോ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ റീജിയണും ആണ്. യെസ്, ഇനി അപ്പൊ ആദ്യം മൈന്യൂട്ട സ്റ്റേജിൽ വരുന്നു, അതിനുശേഷം അത് മാഗ്ന സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, റിഡക്ഷൻസും കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെ നടന്നിട്ട്. ദെൻ അതിനുശേഷം ഈ മാഗ്ന എന്ന് പറയുന്ന സ്റ്റേജ് വീണ്ടും അതിന് കുറച്ച് റിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ നടന്ന് ചേഞ്ചസ് ഒക്കെ വന്ന് അത് പ്രീസിസ്റ്റിക് സ്റ്റേജിലോട്ട് മാറുകയാണ്. ഈ പ്രീസിസ്റ്റിക് സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ സ്റ്റേജ് ബിറ്റ്വീൻ ട്രോഫോസോയിറ്റ് ആൻഡ് സിസ്റ്റിക്. ട്രോഫോസോയിറ്റ് സ്റ്റേജിന്റെയും സിസ്റ്റിക് സ്റ്റേജിന്റെയും ഇടയിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് പ്രീസിസ്റ്റിക് സ്റ്റേജ്. ഓക്കെ, സിസ്റ്റ് ഉണ്ടാകുന്നതിന് മുൻപത്തെ സ്റ്റേജ് ആണ്. സോ അതാണ് പ്രീസിസ്റ്റിക് എന്ന് പറയുന്ന സ്റ്റേജിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീസിസ്റ്റിക് സ്റ്റേജിൽ ഇവര് ഗ്ലൈക്കോജൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറേജും ഒക്കെ നടത്തുന്ന ഒരു സമയമാണ് ഈ പ്രീസിസ്റ്റിക് സ്റ്റേജ്. ഓക്കെ, യെസ്. അതിനുശേഷം പിന്നീട് ഇവിടെ നിന്ന് പ്രീസിസ്റ്റിക് ആയിട്ട് നിന്നതിൽ നിന്ന് പിന്നെ സിസ്റ്റ് ആയിട്ട് മാറുകയാണ്. സിസ്റ്റ് ആകുന്നതിന് മുൻപ് ഒരു എൻസിസ്റ്റ്മെന്റ് നടക്കും. അതായത് എന്താ പറയാ, സ്ട്രക്ചറൊക്കെ ഒന്നും കൂടെ റെഡ്യൂസ്ഡ് ആയിട്ട് കുറച്ച് സ്ട്രോങ് ആയ 2 ലെയർ 2 വോൾസ് ഒക്കെ വന്ന് അത് ആ ഒരു സ്റ്റേജാണ് എൻസിസ്റ്റ്മെന്റ് എന്ന് പറയാം. ഒരു സ്ട്രോങ് ആയി മാറി ഒരു സിസ്റ്റ് ആയിട്ട് മാറുകയാണ്. ആ സിസ്റ്റായി ഫോം ചെയ്യുന്ന സ്റ്റേജാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റിക് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റിക് സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള സ്റ്റേജാണ്. അതായത് ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റേജാണ് സിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്.
ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എഗെയിൻ ഇനി ഈ സിസ്റ്റായിട്ട് തന്നെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യും. അത് ഇൻഡസ്റ്റൈനിൽ നിന്ന് പുറത്ത് വന്ന് സ്റ്റൂൾസിലൂടെയൊക്കെ പുറത്ത് വന്നിട്ട് സോയിലിലൊക്കെ എക്സിസ്റ്റ് ചെയ്യാം, ഒരുപാട് നാളെ എക്സിസ്റ്റ് ചെയ്യാം. വെള്ളത്തിൽ ഏകദേശം ഒരു 8 മാസത്തോളം വരെ അതിന് നിലനിൽപ്പുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എഗെയിൻ അത് ഏതെങ്കിലും ഫുഡിലൂടെയോ അല്ലെങ്കിൽ സോയിലിലൂടെയോ മറ്റേതെങ്കിലും രീതിയിൽ വേറൊരു ഹോസ്റ്റിലേക്ക്, എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം ആ എന്താ പറയുക ബോഡിയിൽ. ഇതാണ് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസീസിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺസും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പം ഇതിൻ്റെ മെയിൻ എന്താ പറയുക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഈ ഒരു എൻഡാമീബ ഹിസ്റ്റോളിറ്റിക്കയ്ക്ക് ഏകദേശം 20 മുതൽ 30 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഓക്കെ, 20 to 30 ഡേയ്സ് ആണ് അതിൻ്റെ ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ഇത് കോസ് ചെയ്യുന്ന ഡിസീസ് നമ്മൾ പറഞ്ഞു അമീബയാസിസ് ആണ്. ഇൻഡസ്റ്റൈനൽ അമീബയാസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് സിവിയർ സ്റ്റേജിലോട്ട് പോകാൻ, അതുപോലെ അമീബിക് ഡിസെൻട്രി എന്നുള്ള ഒരു രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് മാറാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇൻക്യുബേഷൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന, വയറുവേദന, പിന്നെന്താണ് വയറിളക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ സ്റ്റൂൾസിൽ ബ്ലഡ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ദെൻ അൾസറേഷൻസ് ഉണ്ടാവും ഇൻഡസ്റ്റൈനിൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പ്രൊഫൈലാറ്റിക് മെഷേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ, പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വെള്ളം കുടിക്കുമ്പോൾ അത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ടോയ്ലറ്റ്സ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ കഴുകാനായിട്ട്, എസ്പെഷ്യലി സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻഡാമീബ ഹിസ്റ്റോളിറ്റിക്കയാണ് പറഞ്ഞത്. 4 സ്പീഷീസ് പറഞ്ഞു, ആരെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഏതാണ് ഹോസ്റ്റ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ ലൈഫ് സൈക്കിളും കവർ ചെയ്തു.